അവിടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്മൾ ഒറ്റയ്ക്ക് പോവല്ലല്ലോ, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. നമുക്കിപ്പം ഫ്രഷേഴ്സ് ആണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു ബിലീഫ് പറയുന്നുണ്ട്. മാലാഖാന്ന് വിളിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനനുസരിച്ച് റെസ്പെക്റ്റോ അല്ലെങ്കിൽ എന്താ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഇല്ല. നമുക്കും ഫാമിലീസ് ഉണ്ടല്ലോ. പിന്നെ കുറച്ച് ഹെക്റ്റിക്കാണ് ഷെഡ്യൂൾസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം നമുക്കില്ല. നമ്മുടെ സിസ്റ്റം കുറേ ലാക്കിങ് ആണ്. ലോഡ് കൂടുതലാണ്, പേയ്മെൻറ്റ് കുറവ്. ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല ഇതിങ്ങനെ മൂവ് ആവും എന്നുള്ളത്. ഏതായാലും ഇത്രയും വരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇനിയും അങ്ങോട്ട് കുറച്ച് നാളോടുള്ള കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം, ധൈര്യമായിട്ട് നിൻ്റെ ഡ്രീംസ് പെർസ്യൂ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് തന്നു. എൻ്റെ പേര് അമല എന്നാണ്. ഞാൻ കാലിക്കറ്റിൽ നിന്ന് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ജർമ്മൻ പെർസ്യൂ ചെയ്തതാണ്. ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിച്ചത്. ഇപ്പം ജർമ്മൻ കംപ്ലീറ്റ് ചെയ്ത് പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി ഏകദേശം ഫ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. നേരത്തെ നഴ്സിംഗ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാനൊരു നീറ്റ് ആസ്പിരൻ്റ് ആയിരുന്നു. ഞാനപ്പം മെഡിക്കൽ ഫീൽഡ് തന്നെ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് നിന്നിരുന്നത്. പിന്നെ നീറ്റിൽ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടിട്ട് പിന്നെ നഴ്സിംഗ് ഓപ്റ്റ് ചെയ്തു. മെഡിക്കൽ ഫീൽഡ് വേണമെന്നുണ്ടായിരുന്നു. ബയോളജിക്ക് എനിക്ക് ഭയങ്കര പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ട് മെഡിക്കൽ ഫീൽഡാണല്ലോ ഉള്ളത്. പിന്നെ ആ ഒരു ടൈമിൽ MBBS അല്ലെങ്കിൽ പിന്നെ നഴ്സിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ അങ്ങനെ ചൂസ് ചെയ്തു. എനിക്ക് നീറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകണമെന്നായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു കണ്ടിന്യൂ നഴ്സിംഗ് തന്നെ എടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ. ഇപ്പം ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് പെർസ്യൂ ചെയ്തോ, ഡിഗ്രി ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാന്നുള്ള രീതി ഇങ്ങനെ പറഞ്ഞു. അപ്പം ആ ഒരു ഡിസിഷൻ കേട്ടിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഈ ആഗ്രഹം തന്നെ ഡോക്ടർ ആവണം എന്നുള്ളതായിരുന്നു. പിന്നെ വലുതായി വരുമ്പോൾ മാറുമല്ലോ, അപ്പം പ്രാക്ടിക്കാലിറ്റി ഒക്കെ നോക്കിയിട്ട്. അത് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ജർമ്മൻ ആ സമയത്താണ് ഭയങ്കരമായിട്ട് വൈറലായത്. അതായത് ഇപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഹൗസ് ബിൽഡിങ് ചെയ്യാനായിട്ട് കയറി പോകുന്ന ഒരു കാര്യം അറിഞ്ഞപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു തോട്ടായിട്ട് ഇങ്ങനെ വന്നതാണ് ജർമ്മൻ. എനിക്ക് എങ്ങനെ എന്നാലും അബ്രോഡ് പോകണം, യൂറോപ്യൻ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോകണം എന്നുള്ളൊരു ഇതായിരുന്നു, ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ജർമ്മൻ. ആ സമയത്ത് UK ക്ലോസ് ആയി, റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ അവർ നിർത്തി വെച്ചൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു നെക്സ്റ്റ് ഓപ്ഷനായിട്ട് അത് ജർമ്മൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തിങ്ക് ചെയ്തു. കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടുവേർഡ്സ് എൻ്റെ 4th ഇയർ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു വൈ നോട്ട് ജർമ്മൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നതാണ്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ബാച്ച്മേറ്റ്സ് ആയിട്ട് കുറേ പേര് ജർമ്മൻ പെർസ്യൂ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ നമ്മളും അങ്ങനെ ഒരു ഡെസിഷനിലേക്ക് എത്തിച്ചേർന്നതാവും. എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് ലാംഗ്വേജസ് കുറേ അറിയുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക പഠിക്കുകയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഏതായാലും ഡിസിഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു അബ്രോഡ് പോകണം, IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഏതായാലും എടുത്ത ഡിസിഷൻ അല്ലേ, അപ്പം ജർമ്മൻ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈസി ആയിട്ട് പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെൽഫ് എഫേർട്ടാണല്ലോ ഉള്ളത്. അപ്പം പെട്ടെന്ന് അങ്ങനെ നമുക്ക് ചുറ്റുപാടും കേൾക്കാത്തൊരു ലാംഗ്വേജാണ്. നമുക്ക് ആരും ഇല്ല പറഞ്ഞു തരാനായിട്ട്. നമുക്കിപ്പം ആരെങ്കിലും ട്യൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്ത് ആ ഒരു ടൈം പീരീഡ് മാത്രമാണ്. ഇപ്പോൾ 1 hour അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഓൺലൈനായിട്ടാണ് ബാച്ച് എടുത്തത്. അതിനുശേഷം ഓഫ്ലൈനോട് സ്വിച്ച് ചെയ്യുക ചെയ്തത്. അപ്പം ആ ടൈമിൽ നമുക്ക് എക്സ്പോഷർ ഇല്ലല്ലോ, വേറെ ആരും നമുക്ക് ജർമ്മൻ പറഞ്ഞു തരാനില്ല. ഇപ്പോൾ സെൽഫ് എഫേർട്ട് എന്നുള്ളൊരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം കുറേ ടൈം നമ്മൾ ഇരുന്നാലാണ് കുറച്ചൊക്കെ അധികം കയറുള്ളൂ വൊക്കാബുലറി ഒക്കെ. അപ്പം അത് കുറച്ചൊരു ടഫ് ഫേസ് ആയിരുന്നു. പിന്നെ കുറച്ച് ആപ്പൊക്കെ ഈ ഫോണിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ കുറേ ആപ്സൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ട്രൈ ചെയ്ത് ക്ലാസ്സും കൂടിയിട്ട് ഒരുമിച്ച്. സിനിമ ജർമ്മൻ മൂവീസൊക്കെ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. പിന്നെ നമുക്ക് ഈ നെറ്റ്ഫ്ലിക്സ് അതേപോലെ അതിനകത്തൊക്കെ ലാംഗ്വേജ് ഷിഫ്റ്റ് ചെയ്തിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂവി എടുത്തിട്ട് സബ് ടൈറ്റിലൊക്കെ മാറ്റി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ആക്ച്വലി കോഴിക്കോട് അവിടെ പഠിച്ചത് കൊണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ കോളേജിൽ വന്നിട്ടുണ്ട്. ഇവർ ടീമായിട്ട് വന്ന് ക്ലാസ്സസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. സെമിനാർ സെഷൻ പോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാണ്ട് ആ ടൈമിൽ അവിടെ നമുക്ക് കുറച്ച് വൈറലായിരുന്നു. കുറേ കുട്ടികൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ പഠിക്കാൻ റിസൾട്ടൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓപ്റ്റ് ചെയ്ത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പറഞ്ഞല്ലോ ഞങ്ങളൊരു ബാച്ച്മേറ്റ്സ് ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പം ഏതായാലും അവർ ജോയിൻ ആകുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. നമുക്ക് മുന്നിലുണ്ടായിരുന്നൊരു ഒബ്സ്റ്റക്കിളായിരുന്നു. പക്ഷേ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ലപോലെ. അവർ ഫിനാൻഷ്യലായിട്ട് പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഇത്രയും വരെ നമ്മൾ പഠിച്ചു കാര്യങ്ങളൊക്കെ ഇപ്പം ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് തന്നെ. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പം എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാംഗ്വേജ് ജേർണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടായി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റിസൈൻ ആക്കിയിട്ട് ഞാൻ ചോദിച്ചു വീട്ടിൽ. അപ്പം അവരുടെ ഒരു ജോയിൻറ്റ് ഡിസിഷനായിട്ട് അവർ പറഞ്ഞു സാരിയില്ല കുഴപ്പമില്ല,
ഏതായാലും ഇത്രയും വരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇനിയും അങ്ങോട്ട് കുറച്ച് നാളോടുള്ള കാര്യമല്ലേ ഉള്ളൂ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം, നീ ധൈര്യമായിട്ട് നിൻ്റെ ഡ്രീംസ് പെർസ്യൂ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് തന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് റിസൈൻ ചെയ്തു. ആ ടൈമിലാണ് ഇപ്പം ഞങ്ങൾ പഠിച്ചിറങ്ങി, ഞാൻ 2024 ബാച്ചാണ്. അപ്പം ആ ടൈമിലാണ് ഇതൊക്കെ ഒരുപാട് വൈറലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതായത് കുറേ നമുക്കിപ്പം സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അപ്പം കുറേ റിക്രൂട്ടഡ് ആവുന്ന നേഴ്സസ് അവരുടെ പേഴ്സണൽ വ്ലോഗുകൾ, അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മിനിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് ജർമ്മൻ അവിടുത്തെ ടീമൊക്കെ ഇവിടെ വന്ന് കുറേ കോൺടാക്റ്റ് ഒക്കെ ചെയ്ത്, അപ്പം അതൊക്കെ ന്യൂസിലൊക്കെ കാണലുണ്ടായിരുന്നു. കുറേ വേക്കൻസീസ് നേഴ്സസിനോട് ഓപ്പൺ ആണ്, ജോബ് സ്കിൽഡ് ട്രെയിനേഴ്സിന് അവിടെ ആവശ്യമുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ന്യൂസും അതൊക്കെ കേട്ടിരുന്നു. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ആ ഒരു എന്താ പറയുക, ഏതായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു നാട്ടിൽ നേഴ്സാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഇപ്പം മിക്ക ഹോസ്പിറ്റൽസും നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ അവരൊരു 7-8 ഒക്കെ പറയുമെങ്കിലും ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഫ്രഷറായിരുന്നു. അപ്പം ഞാൻ ലാംഗ്വേജ് ജേണിയാണ് ആദ്യം ഓപ്റ്റ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യാൻ കുറച്ച് നാൾ പോയത് എക്സാമിന് ശേഷം. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡബിൾ ഡ്യൂട്ടി, അതായത് ഇപ്പം പല ദിവസവും ഞാൻ ഡബിൾ ഡ്യൂട്ടി എടുക്കേണ്ടി വന്നിട്ടുണ്ട് ആസ് എ ഫ്രഷർ. ഈവൻ ദോ ഞാൻ ഫ്രഷർ ആയിരുന്നെങ്കിലും ഞാൻ ഡബിൾ ഡ്യൂട്ടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പേഷ്യൻ്റ് റേഷ്യോ ഒക്കെ 15 ഒക്കെ വരുന്ന ദിവസങ്ങളുണ്ടാകുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ഫ്രഷറിനെ കൊണ്ട് നമ്മളത് പഠിച്ചു വരുന്നതേ ഉള്ളൂ, പക്ഷെ അതൊന്ന് കൺസിഡർ ചെയ്യാത്തൊരു സിനേരിയോസ് മിക്ക ഹോസ്പിറ്റൽസിലും ഉണ്ട്. ഇപ്പം ഫ്രഷർ ആയതുകൊണ്ടിട്ട് മാത്രം എന്താ പറയുക, നമുക്ക് നോ പറയാത്തതിൻ്റെ പേരിൽ നമുക്ക് കുറേ പേഷ്യൻസിന് ആഡ് ഓൺ ആയി വരിക. പിന്നെ കുറച്ച് ഹെക്റ്റിക്കാണ് ഷെഡ്യൂൾസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം നമുക്കില്ല, നമ്മുടെ സിസ്റ്റം കുറേ ലാക്കിങ് ആണ്. അപ്പം ഇഷ്യൂസ് ഉണ്ട്. സാലറീൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം സമരമൊക്കെ നടന്നതാണ്. ഒരു ഫ്രഷറിന് ഇത്രേ കൊടുക്കുന്നുള്ളൂ, നമുക്കൊരു 15, 18 ആ റേഞ്ചൊക്കെയാണ്. അപ്പം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആയിട്ട്, അതായത് ഫ്രഷേഴ്സിന് സ്റ്റാർട്ടിങ് സാലറി അത്യാവശ്യം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞാൻ കയറിയിരുന്നത്. എന്നാലും നമ്മുടെ അക്കോമഡേഷൻ്റെയും ഫുഡിൻ്റെയും എമൗണ്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അറൗണ്ട് ഒരു 15K ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഡിഫിക്കൽട്ടാണ്, ലോഡ് കൂടുതലാണ്, പേയ്മെൻറ്റ് കുറവാണ്. ഫ്രണ്ട്സ് ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് ജേർണിയിലാണെങ്കിലും ഞങ്ങൾ ഇനീഷ്യലി ഞങ്ങൾ സെപ്പറേറ്റ് ബാച്ചസ് ആയിരുന്നു. ഞാൻ ഓൺലൈനാണ് ചെയ്തിരുന്നത്, കൊച്ചിയിൽ നിന്ന് തന്നെ ചെയ്തത്. അപ്പം അവരും ഓൺലൈൻ ചെയ്തു, പക്ഷെ അവർ കാലിക്കറ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ളവരായിരുന്നു. അപ്പം അവർ അവിടെ നിന്ന് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് ചെയ്തു. എനിക്ക് ഡിഫറെൻറ്റ് ബാച്ചസ് ആയിരുന്നു, ഡിഫറെൻറ്റ് ടൈമിങ്സ് ഒക്കെ ആയിരുന്നു. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് പിന്നെ ജോയിൻ ആയി. ഒരു 1 മന്ത് അവർ സ്റ്റാർട്ട് ചെയ്ത്, അവർ A1 കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ A1 സ്റ്റാർട്ടാക്കിയത്. പക്ഷേ പിന്നീട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഞാൻ ക്യാച്ചപ്പ് ചെയ്തു. ഞാൻ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിട്ട് ക്യാച്ചപ്പ് ചെയ്യുക ചെയ്തത്. അവിടെ B1 B2 ഞങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ചെയ്തത്, ലാൻഡ്സ്ട്യൂട്ട് പോയിട്ട് കാലിക്കറ്റ്. അപ്പം പിന്നെ അവിടെ ചെന്ന് കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് ക്യാച്ചപ്പ് ചെയ്തു. ക്ലാസ് ഞങ്ങൾ ഒരുമിച്ച് കമ്പൈൻഡായി. രസമായിരുന്നു, ഫ്രണ്ട്സ് നമുക്ക് അറിയുന്നവരാണല്ലോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ഫണിയായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് ചോദിക്കാനും പറയാനും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ജിഷ്പിൻ സാറിൻ്റെ ക്ലാസ്സസ് 2-3 കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഭയങ്കര നല്ലതൊക്കെ ആയിരുന്നു, ക്ലാസ്സസ് മനസ്സിലാക്കിയൊക്കെ തരുമായിരുന്നു. എഫേർട്ട് ഇടേണ്ടി വന്നതാണ്. അതായത് ഏതായാലും ഇതൊരു ഡ്രീമായിട്ടുണ്ട് കയ്യിൽ. അപ്പം നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് സമരമൊക്കെ നടന്നുകൊണ്ട് സിനേരിയോസ് എല്ലാവർക്കും തന്നെ ഇപ്പം അറിയാം. ഇത് പറയുന്നുണ്ട്, മാലാഖാന്ന് വിളിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനനുസരിച്ച് റെസ്പെക്റ്റോ അല്ലെങ്കിൽ എന്താ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഇല്ല. നമുക്കും ഫാമിലീസ് ഉണ്ടല്ലോ. അപ്പം അതായത് നമ്മൾ പഠിച്ചൊരു പ്രൊഫഷണൽ ഡിഗ്രിയിൽ 4-5 വർഷം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മൾ അത്രയും വർക്കൊക്കെ ചെയ്ത് അത്രയും പഠിക്കാനുണ്ട്. സിലബസൊക്കെ എല്ലാവർക്കും അറിയാം, ഭയങ്കര ടഫറായിട്ടുള്ള കുറേ കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സിലബസാണ് നഴ്സിങ്ങിനുള്ള. അപ്പം അത്രയും എമൗണ്ട് നല്ല ഫീസും വാങ്ങുന്നുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോളേജസിലും നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്ര എഫേർട്ട് ഇട്ട് ഇത്രയും പഠിച്ചിറങ്ങിയിട്ട് അതിൻ്റെ ഒരു 4% എന്താ നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള വെർത്തായിട്ടുള്ളൊരു പേയ്മെൻറ്റ് തരവോ ചെയ്യാത്തൊരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയേൻ്റെ കുറേ ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം ജർമ്മനിയിലുള്ളവർ ഇപ്പം കൂടുതലും നമ്മൾ ഇപ്പം ഇൻസ്റ്റയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജർമ്മൻ വ്ളോഗേഴ്സ് ഉണ്ട്. ജർമ്മനിയിൽ നിന്ന് ഇവിടുന്ന് പോയ കുട്ടികൾ വ്ളോഗ് ചെയ്യുന്നു. അപ്പം അവർ പറഞ്ഞുള്ളൊരറിവ് നമുക്കുണ്ട്, ഇങ്ങനെയാണ് സിറ്റുവേഷൻസ്, ഇങ്ങനെയാണ് ജർമ്മൻസിൻ്റെ പെരുമാറ്റം, ഹോസ്പിറ്റൽ കേസുകൾ, സിനേരിയോസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിങ്ങനെയൊക്കെ ന്യൂ എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ വെൽക്കം ചെയ്യാൻ റെഡിയാണ് ഒരു നോവൽറ്റീനെ. അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുഴപ്പമില്ല, എക്സൈറ്റഡ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആൻഷ്യസുമാണ്. ജർമ്മനിയിലെ സാലറി കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സാലറി ഉണ്ട്, എമൗണ്ട് ഉണ്ട്.
പിന്നെ അവിടുത്തെ ടാക്സ് എല്ലാവരും പറയുന്ന കാര്യമാണ്, ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ അതൊന്നും വരുമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടൊന്ന് പഠിച്ച് വരാം. ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ അവിടെ ചെന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക്. പിന്നെ ഞാൻ യൂറോപ്പ് സെറ്റിൽമെൻറ്റ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു, പേഴ്സണൽ ഡ്രീമായിരുന്നു. അപ്പം വെച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഒന്ന് പേഷ്യൻ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലാണ് എന്താ പറയുക എൻ്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് ഒന്നാമത് നമുക്ക് എൻ്റയർലി ന്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഡിപ്പെൻഡ്സ് നമുക്ക് എവിടെയാണ് ജോലി കിട്ടുന്നത്, റിക്രൂട്ടഡ് ആവുന്നത് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും. ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ്. അപ്പം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ടൈം ഫ്രെയിമിനേക്കാളും കൂടുതലായി ഞങ്ങൾ കുറച്ചുകൂടി സൂണറായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ കുറച്ചുകൂടി അധികമായിരുന്നു ആ ഒരു ടൈം ഫ്രെയിം നമുക്ക് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാനായിട്ട്. പിന്നെ പേപ്പർ വർക്കൊക്കെ കുറച്ച് എന്താ പറയുക, ജർമ്മൻ സിസ്റ്റം കുറച്ച് സ്ലോ ആണ് കമ്പാരറ്റീവ്ലി. നമ്മുടെ നാടൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2 വീക്സ് 3 വീക്സ് കൊണ്ടൊക്കെ നമുക്ക് മിക്ക ഒഫീഷ്യൽ പേപ്പേഴ്സും നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അതിനേക്കാളൊക്കെ ഒരുപാട് സ്ലോവറാണ്. അപ്പം സഡൻ ആയിട്ടൊന്ന് കയറി പോകാന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് പോകരുതെന്നുള്ള രീതിയിലാണ്. കുറച്ച് സ്ലോ ആൻഡ് പക്ഷേ നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും. സ്മൂത്തറായിരുന്നു ബട്ട് സ്ലോ ആയിരുന്നു. അവർക്ക് നമ്മളവിടെ കുറച്ച് നാൾ അധികം നിൽക്കും എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ അവർ ചോദിക്കും നമ്മളോട്, ഇപ്പം എങ്ങനെയാണ് യുവർ പ്ലാൻ, എങ്ങനെയാണ് എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കാനാണോ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഇവിടെ സെറ്റിൽ ആവാൻ ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ പല ഇൻ്റർവ്യൂസും ചോദിച്ച് കേൾക്കലുണ്ട്. അപ്പം ഡിപ്പെൻസ്, അവർ നമ്മളൊരു ലോങ് ടേം സ്റ്റേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ഇതാണ്. അവരാഗ്രഹിക്കുന്നത് അതാണ്, അവർക്കൊരു എംപ്ലോയി കുറച്ച് നാളധികം വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ചില മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്, ഫാക്കൽറ്റീസ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ടീമായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ എല്ലാവരുടെയും കാര്യം ഒരേപോലെ ഇപ്പം സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇവൻതോ കുറച്ച് ടൈം എടുത്തു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഇംപേഷ്യൻ്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് പല ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും ഉണ്ടാവും പ്രോസസ്സിങ്. അപ്പം സ്ലോവർ ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരുന്നു എന്നുള്ളത് റെക്കഗ്നൈസ്ഡ് ആയത്, ഞങ്ങളും റെക്കഗ്നൈസ് ചെയ്തത് ഈ ഒരു ഞങ്ങളതിലൂടെ കടന്നു പോയപ്പോഴാണ്. അപ്പം പിന്നെ മുർഷി സാറ്, പിന്നെ അതേപോലെ തന്നെ ജെമി എന്നൊക്കെ പറഞ്ഞ സ്റ്റാഫുണ്ട്. ഞങ്ങൾ അവരോടൊക്കെ വളരെയധികം കമ്പനിയായി. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ സംസാരിച്ച് കമ്പനിയായി. ഒറ്റയ്ക്ക് ആവില്ല എന്നുള്ളൊരു, നമുക്കൊരു 4-5 ഇയേഴ്സായിട്ട് അറിയുന്ന ആളുകളാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ. എൻ്റെ നഴ്സിംഗ് ബാച്ച്മേറ്റ്സ് ആണ്. അപ്പം അവരൊരു അത്യാവശ്യം കുറച്ച് പേരുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്മൾ ഒറ്റയ്ക്ക് പോവല്ലല്ലോ, കുറച്ചൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. നമുക്കിപ്പം ഫ്രഷേഴ്സ് ആണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു ബിലീഫ്. അഡ്വൈസായിട്ട് പറയാനാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഡ്രീം അത്രയും സ്ട്രോങ് ആണെങ്കിൽ പെർസ്യൂ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ല സ്റ്റേബിൾ ജോബ് സെക്യൂരിറ്റി ഒക്കെ വളരെയധികം ഉള്ളൊരു കൺട്രിയാണ് ജർമ്മൻ. പിന്നെ ബെറ്റർ ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് അടിപൊളിയാണ്. അപ്പം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പെർസ്യൂ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, ജർമ്മൻ എന്നുള്ള ഡ്രീമിൽ തന്നെ നിൽക്കുക. ചിലപ്പം മേ ബി ഇപ്പം ഫസ്റ്റ് ടൈം എഴുതിയിട്ട് കിട്ടാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം ഫസ്റ്റ് ടൈം എഴുതി കിട്ടിയില്ലെങ്കിൽ എഴുതിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ചിലപ്പം മടുപ്പ് വരും. ഈ ഒരു ജേണിയിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. അതിന് ടൈം കൺസ്യൂമിങ് ആണ്, കുറേ ഇഫേർട്ട് വേണം. അപ്പം അതിനൊക്കെ നിങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ ഡ്രീം അതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളെ കമ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർസ്യൂ ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അവെയർ ആയിട്ടിരിക്കുന്നത്. സ്കിൽഡ് പ്രൊഫഷണൽസിന് ഒരുപാട് അവർക്ക് ആവശ്യമുണ്ട്. സ്റ്റുഡൻസിനാണെങ്കിൽ ഇപ്പം ജർമ്മൻ ഗവൺമെൻറ് കുറേയൊക്കെ അവരെന്ത് ചെയ്യുക, ഇളവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ റൂൾസ് അവരൊന്ന് ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. സ്ട്രിക്ട്നെസ് ഒക്കെ മാറ്റി സ്പീഡർ ആക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. 5 ഇയേഴ്സ് അറിയില്ല എങ്ങനെ ആവുമെന്ന്. അവിടെ പോയിട്ട് സെറ്റിൽഡായി കുറച്ചൊന്നും എന്താ പറയുക, ബെറ്റർ ആയിട്ടൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുക, ആ ഒരു രീതിയിലൊക്കെ തന്നെയുള്ള ഡ്രീംസാണ്. പിന്നീട് കുറേ പാഷനൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ ടാലൻസ്, ഹോബീസൊക്കെ, അതൊക്കെ പെർസ്യൂ ചെയ്യുക. വീട്ടിലാണെങ്കിലും ഞാൻ പറയുള്ളൂ, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ ട്രിപ്സൊക്കെ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സിനേരിയോസ് അറിയാമല്ലോ, ഒരുപാട് അങ്ങനെ ട്രിപ്പായിട്ട് പോകാനായിട്ട് പറ്റുന്നൊരു സ്ഥലം മീൻസ് മേ ബി പാരൻസിൻ്റെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടായിരിക്കും. പക്ഷെ അബ്രോഡൊക്കെ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യലൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് ആ ഡ്രീംസൊക്കെ ക്ലോസറാണ്. ആസ് എ വുമൻ പറയാൻ എന്താ, എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം.
ഇപ്പം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുക. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ യു ക്യാൻ ബ്രേക്ക് ഇറ്റ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ആര് പറയുന്നത്, ഇപ്പം വീട്ടിലാണെങ്കിലും കുറേ കൾച്ചറൽ കുറേ ബൗണ്ടറീസ് ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം നമ്മുടെ കേരള കൾച്ചറാണെങ്കിലും പഴയ കുറേ മൈൻഡ് സെറ്റ്, പാട്രിയാർക്കൽ ആയിട്ടുള്ള കുറേ മൈൻഡ് സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% നിങ്ങളുടെ ഇഷ്യൂസ് കുറയും. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഫർദർ സ്റ്റഡി ചെയ്യാനാണെങ്കിലും അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യലി, സ്റ്റേബിൾ ആണ്.